ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ജൂൺ മാസം 18-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും ഇന്ന് രാത്രി 12-ന് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും പിന്നെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെയും സീരീസുകളുടെയൊക്കെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് ഏതൊക്കെ റിലീസുകളാണ് നോക്കാം. ഇന്ന് റിലീസ് ചെയ്ത സിനിമകൾ ഏതൊക്കെയാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ സിരകൻ എന്നാണ് സിനിമയുടെ പേര്. എഴുതുന്നത് ക്രൈം ത്രില്ലർ രൂപത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. ആമസോൺ പ്രൈമിൽ ഇതിനു മുമ്പേ തന്നെ ഈ സിനിമ റിലീസ് ചെയ്തിരുന്നു. ഇന്ന് മുതൽ ഈ സിനിമ ആഹാ തമിഴ് വഴി റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു കോമഡി റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ്. ലവ് മൈ സെൻഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കൊറിയൻ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ രണ്ട് സിനിമകളാണ് ഇന്ന് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഒരു സിനിമ മാത്രമേ റിലീസ് ചെയ്യുന്നതായിട്ടുള്ളൂ. ഇതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്ററോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. മഹാരാജ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. 14-ാം തീയതി റിലീസ് ചെയ്യാൻ പറഞ്ഞ സിനിമയായിരുന്നു. ഈ സിനിമ കോർട്ട് കേസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോസ്റ്റ്പോൺ ചെയ്തതായിരുന്നു. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു സിനിമ ഡ്രാമ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവി റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഈ അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനിമ മാത്രമേ ഇന്ന് രാത്രി 12 മണിക്കായിട്ട് റിലീസ് ചെയ്യുന്നതായിട്ടുള്ളൂ. ഈ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകൾ ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു തമിഴ് റൊമാൻറ്റിക് ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. രാസാവതി എന്ന് പറഞ്ഞ സിനിമ ജൂൺ മാസം 21-ാം തീയതി ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു കന്നഡ ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. ഏകം എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. പ്രകാശ് രാജ്, രാജീവ് ഷെട്ടി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസാണ്. ജൂലൈ മാസം 13-ാം തീയതി ഈ സിനിമ ഏകം OTT പ്ലാറ്റ്ഫോം വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത നമ്മുടെ ഫഹദ് ഫാസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തിയേറ്ററിൽ വൻ വിജയമായി മാറിയ മലയാള സിനിമയായിരുന്നു ആവേശം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ ഇപ്പോൾ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ആമസോൺ പ്രൈമിൽ. ഇപ്പോൾ ഡബ്ഡ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ച തന്നെ നമുക്ക് ഈ സിനിമയുടെ ഡബ്ഡ് വേർഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ഒരു സീരീസ് ആണ്, മിർസാപൂർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി സീരീസ് ആണ്. ഈ സീരീസിന്റെ 3-ാമത്തെ സീസണാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് ഈ ഒരു സീരീസിന് വേണ്ടിയിട്ട്. ജൂലൈ മാസം 5-ാം തീയതിയാണ് ഈ ഒരു സീരീസ് ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ജൂൺ മാസം 20-ാം തീയതി ഈ സീരീസിന്റെ ട്രെയിലറൊക്കെ പുറത്തു വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന മലയാള സിനിമയുടെ അപ്ഡേറ്റ് ആണ്. തിയേറ്ററിൽ വൻ പരാജയം നേരിട്ട സിനിമയായിരുന്നു ഈ സിനിമ. നാദിർഷ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ആമസോൺ പ്രൈം അതുപോലെ തന്നെ മനോരമ മാക്സ് ഈ രണ്ട് OTT പ്ലാറ്റ്ഫോംസ് പിന്നെ ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ജൂലൈ മാസത്തിൽ തന്നെ ഈ സിനിമയുടെ OTT റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഷെയ്ൻ നിഗം, ഷൈൻ ടോം ചാക്കോ, ബാബുരാജ്, മഹിമ നമ്പീർ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു ലിറ്റിൽ ഹേർട്സ് എന്ന സിനിമ. തിയേറ്ററിൽ ഈ സിനിമയും പരാജയം നേരിട്ട സിനിമയാണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം സ്വന്തമാക്കിയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ജൂലൈ മാസത്തിൽ തന്നെ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഇത്രയും സിനിമകളുടെ സീരീസുകളുടെ ഒക്കെ അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകൾക്ക് സീരീസുകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. സിനിമകളുടെ കുറിച്ചുള്ള റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സീരീസ് കണ്ട് സീരീസിൻ്റെ റിവ്യൂസ് ചെയ്യാറുണ്ട്. OTT അപ്ഡേറ്റുകൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കളക്ഷൻ അപ്ഡേറ്റുകൾ ചെയ്യാറുണ്ട്. എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും